الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും അഖിലങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനും അളവറ്റ ദയാപരനും അന്നദാതാവും ഏക ആരാധ്യനുമായ അല്ലാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നെയും അതുപോലെ നിങ്ങളെ ഏവരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനാ നിർദ്ദേശങ്ങളെ അനുസരിച്ചു ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ
100-ാം അധ്യായം സൂറത്തു ആദിയാത്തിലെ വളരെ ശ്രദ്ധേയമായ ഏതാനും ചില വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു ആലോചനയ്ക്ക് വേണ്ടി, ചിന്തയ്ക്ക് വേണ്ടി, പഠനത്തിനു വേണ്ടി ഞാൻ ആദ്യമേ ഓതി കേൾപ്പിച്ചത്. വിശ്വാസികൾ എന്ന നിലയിൽ അല്ലാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. നമ്മുടെ 5 നേരത്തെ കൃത്യമായ നമസ്കാരവും അതുപോലെ തന്നെ റമളാനിൽ നാം നിർബന്ധമായി നോൽക്കേണ്ടിയിരുന്ന, നാം നോറ്റ ആ നോമ്പുകളും, അതുപോലെ തന്നെ സമ്പത്തിന് കൃത്യമായി നൽകേണ്ടുന്ന സക്കാത്തും സ്വതക്കകളും മറ്റു ആരാധനാ കർമ്മങ്ങളെല്ലാം ഈ ഭൂമിയിൽ മരിക്കുവോളം അല്ലാഹുവിന് നന്ദിയുള്ളവരായി മാറുവാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളാണ്. നാം കർമ്മങ്ങൾ നിത്യമായി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ നാം ഏവരും മാറുവാൻ വേണ്ടിയാണ്. എന്തിന് നാം നന്ദിയുള്ളവരായി, അല്ലാഹുവിന് നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കണം? അവനാണ് നമ്മെ ഏവരെയും ഈ കാണും വിധം സൃഷ്ടിച്ചത്. അവനാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവവായു നൽകിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് നമ്മുടെ വിശപ്പിന് ഭക്ഷണവും ദാഹത്തിന് പാനീയങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് നമുക്ക് കാഴ്ചയും കേൾവിയും ബുദ്ധിശക്തിയുമെല്ലാം നൽകി അനുഗ്രഹിച്ചത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖകും ഫമിൻകും കാഫിറുൻ വമിൻകും മുഅ്മിൻ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ഇതെല്ലാം റബ്ബ് നൽകിയത്, ഇതിലൂടെയെല്ലാം റബ്ബിനെ കണ്ടെത്തി, റബ്ബിനെ തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, ഹുവല്ലദീ, അവനാരാ? അല്ലാഹു ആരാ? ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. ഫമിൻകും കാഫിറുൻ, നിങ്ങളിൽ സത്യനിഷേധികളുണ്ട്. വമിൻകും മുഅ്മിനുൻ, അതുപോലെ തന്നെ നിങ്ങളിൽ സത്യവിശ്വാസികളുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ സത്യനിഷേധികളായിരുന്നാലും സത്യവിശ്വാസികളായി നല്ലവരായി ജീവിച്ചാലും, നിങ്ങൾ ഏതേത് പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോഴും നിങ്ങളെ കൃത്യമായി അറിയുന്നവനായി, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി കണ്ടറിയുന്നവനായി റബ്ബുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ. അതാണ്, അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. അതിലൂടെ എന്നെ കാണുന്ന, എന്നെ നിരീക്ഷിക്കുന്ന, എന്റെ പ്രവർത്തനങ്ങളെ അറിയുന്ന ഒരു റബ്ബുണ്ട് എന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ഇബാദത്തുകളെ, നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കിക്കൊണ്ട് നല്ലവരായി നന്ദിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ റബ്ബ് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നാം ജീവിക്കാനാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി. മനുഷ്യ, നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കണമെന്ന. സുഹൃത്തുക്കളെ, ഇന്ന് വരെയും ഈ ഭൂമിയിൽ ജീവിച്ചത്, ചെറുപ്പം മുതൽ ഞാനും നിങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ആവശ്യങ്ങളേതേതും നാം നിറവേറ്റിക്കൊണ്ടിരിക്കുക. അല്ലാഹു പറയാ, ഫൽയൻദുറിൽ ഇൻസാൻ
മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഇലാ തുആമിഹി, അവന്റെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കട്ടെ. എങ്ങനെയാണ് പടച്ചോന് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എന്നതിനെ കുറിച്ചൊരു ചിന്ത വേണമെന്നാണ്, ഒരു ആലോചന വേണമെന്ന. ഇന്നുവരെയും നാം പട്ടിണി കിടക്കാതെ നമ്മെ ഇതുവരെയും റബ്ബ് സംരക്ഷിച്ചു പോന്നതിന്റെ രഹസ്യത്തെ കുറിച്ച് ചിന്തിക്കണമെന്ന. അല്ലാഹു പറയാ, അന്നാ സബബ്നൽ മാഅ സബ്ബാ. എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയ റബ്ബ് പറഞ്ഞുതരാ. നാം ശക്തമായി മഴവെള്ളം കോരിച്ചൊരിഞ്ഞു തന്നു, ആകാശത്തുനിന്ന് അല്ലാഹു വെള്ളം കോരിച്ചൊരിഞ്ഞു തന്നു എന്നാണ്. പിന്നെയോ എന്നിട്ട് ഭൂമിയെ ഒരു തരത്തിൽ നാം പിളർത്തി, എന്നിട്ട് നിർജീവമായ ഭൂമിയിൽ നിന്ന് മഴക്കിറക്കിയിട്ട് ധാന്യങ്ങളെ റബ്ബ് മുളപ്പിച്ചു തന്നു എന്നാണ്. മാത്രമല്ല മുന്തിരിയും പച്ചക്കറിയെയും നിനക്ക് അല്ലാഹു ഉൽപ്പാദിപ്പിച്ചു തന്നു. ഒലിവും അതുപോലെ തന്നെ ഈത്തപ്പനയും നിനക്ക് ഭക്ഷണത്തിനായി നൽകി. ഇടതൂർന്ന തോട്ടങ്ങളെയും നിനക്കായി റബ്ബ് ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ പഴങ്ങളും പുല്ലുകളുമെല്ലാം ഈ ഭൂമിയിൽ റബ്ബ് മുളപ്പിച്ചു തന്നു. എന്തിനാ? അതാണ് അല്ലാഹു ശേഷം പറഞ്ഞത്, മതാഅല്ലക്കും വലിഅൻആമിക്കും. മതാഅല്ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ടാണ്. എന്തിനാ ഇതൊക്കെ മുളപ്പിച്ചു തന്നത്? സസ്യങ്ങളെ മുളപ്പിച്ചു തന്നത്, ധാന്യങ്ങളെ മുളപ്പിച്ചു തന്നത്, പച്ചക്കറിയെ ഉണ്ടാക്കി തന്നത്, പഴവർഗ്ഗങ്ങളെ ഉണ്ടാക്കി മുളപ്പിച്ചത് എന്തിനാ? നമ്മെ എല്ലാവരെയും നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി, കാരുണ്യമായി ഇതിന് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇതൊക്കെ ഭൂമിയിൽ സംവിധാനിച്ചിട്ടാണ് അല്ലാഹ് നമ്മെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ആകമാനം അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് റബ്ബ് നമ്മെ പറഞ്ഞയച്ചത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, നോക്കൂ, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ. ഖുൽ നബിയെ പറയ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്, പഠിപ്പിക്ക്. എന്ത്? അല്ലദീ, അവനാരാണെന്നറിയുമോ? നിങ്ങൾ ആരാധിക്കേണ്ടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന, നിങ്ങൾ നന്ദി കാണിക്കേണ്ടുന്ന റബ്ബാരാ? അവനാരാണെന്നോ? അല്ലദീ അൻശഅകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. നമ്മളൊക്കെ ഈ വിധം സൃഷ്ടിച്ചവനാണ്. എന്നിട്ടോ അല്ലാഹ് പറയാ, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലം മാ തശ്കുറൂൻ. നിങ്ങൾക്ക് കേൾവിയെ ഉണ്ടാക്കി തന്നവൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാഴ്ചയുണ്ടാക്കി തന്നവൻ, വൽ അഫ്ഇദത, നിങ്ങൾക്ക് ഹൃദയമുണ്ടാക്കി തന്നവനാണ് റബ്ബ്. കാഴ്ചയും കേൾവിയും ഹൃദയവും ഒക്കെ ഉണ്ടാക്കി തന്നവനാണ് റബ്ബ്. എന്നിട്ട് അല്ലാഹു പറയാ, ഇതൊക്കെ ഞാനാണ് നിനക്ക് നൽകിയെങ്കിൽ ഖലീലം മാ തശ്കുറൂൻ, ഈ നൽകിയതിനൊക്കെ നീ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. കണ്ണു കാണാൻ വയ്യാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ് ഈ ഭൂമിയിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നടക്കാൻ കഴിയാതെ എത്ര ആളുകളാണ് പ്രയാസപ്പെടുന്നത്. രോഗിയായി തളർന്നു കിടക്കുന്നവർ എത്രയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളത്. അതുപോലെ തന്നെ രോഗത്തിന്റെ അസഹ്യമായ വേദന അനുഭവിച്ച് ഈ ഭൂമിയിൽ ഓരോ നിമിഷവും വേദന കടിച്ചമർത്തി ജീവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ എത്രയാണ് ഈ ഭൂമിയിൽ. സുഹൃത്തുക്കളെ, ഇവിടെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കൃത്യമായി തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലൂടെ അല്ലാഹ് എന്താ പറഞ്ഞതെന്നറിയോ?
വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം റബ്ബ് നൽകിയിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുണ്ട് അതെല്ലാം നൽകിയെന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാന്റെ അനുഗ്രഹത്തെ നീ എണ്ണുകയെങ്കിൽ അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ്. ഇന്നൽ ഇൻസാന ലളലൂമുൻ കഫാർ. എന്നാ മനുഷ്യൻ ആരാണെന്നറിയോ? ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലളലൂമുൻ, അക്രമിയും, കഫാർ, ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് അഹങ്കാരിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാണ് എന്ന റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെ പാടെ അവഗണിക്കുന്നവനാണ് എന്നാണ് പടച്ച തമ്പുരാൻ പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഈ കണ്ണു നൽകിയത് കൊണ്ട് നന്മയിലേക്ക് നോക്കാൻ, നല്ലത് കാണാൻ, റബ്ബിനെ കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഈ കാതിലൂടെ റബ്ബിനെ കുറിച്ച് കേൾക്കുവാനും അവനെ മനസ്സിലാക്കുവാനും അവനെ കുറിച്ച് കൃത്യമായി അറിയുന്നതിലൂടെ അവനിലേക്ക് വിനയപ്പെട്ടു മടങ്ങാൻ, അവനോട് നന്ദിയുള്ളവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലായെങ്കിൽ നാളെയുടെ ലോകം ഈ കണ്ണും കാലും കാതുമെല്ലാം നമുക്കെതിരെ സാക്ഷിയാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല, ഈ കണ്ണുകൊണ്ട്, ഈ കാതുകൊണ്ട്, ഈ ചിന്താശേഷി കൊണ്ട് നന്മയൊന്നും ഞാനും നിങ്ങളും കാണുന്നില്ല എങ്കിൽ, കേൾക്കുന്നില്ല എങ്കിൽ, റബ്ബിന്റെ വചനങ്ങളെ മനസ്സിലാക്കുവാനും അല്ലാഹു ഉണ്ട് എന്നതിന്റെ ആയത്തുകളെ ഈ ഭൂമിയിൽ നിറച്ചു വെച്ചതിലേക്ക് നാം കണ്ണോടിച്ചില്ല എങ്കിൽ, റബ്ബിനോട് കൃത്യമായി നന്ദി കാണിക്കാത്തവരായി ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവരെ കൊണ്ട് നരകം നാം നിറക്കുമെന്ന് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത് നോക്കൂ, വലഖദ് ദറഇനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. തീർച്ചയായും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും വലിയൊരു വിഭാഗത്തെ കൊണ്ട് ഞാൻ നരകം നിറക്കുമെന്ന. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്ന ഒരു ഭയപ്പാടാണ് നമുക്ക് വേണ്ടത്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വലിയ വിഭാഗത്തെ കൊണ്ട് നരകം നാം നിറക്കും. എന്നിട്ട് അതിന് കാരണം പറയാ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ അതുകൊണ്ട് ഗ്രഹിക്കേണ്ടതൊന്നും ഗ്രഹിക്കൂല. ഇനിയോ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, കാഴ്ചയുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹാ. അതുകൊണ്ട് കാണേണ്ടതൊന്നും അവൻ കാണൂല. ഇവിടെ അല്ലാഹു നിറച്ചു വെച്ച അത്ഭുതങ്ങളിലൂടെ റബ്ബിനെ കണ്ടെത്താൻ, അവനോട് മാത്രം ആരാധനകൾ സമർപ്പിക്കാൻ അതൊന്നും അവൻ ഉപയോഗിക്കൂല. ഇനിയോ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവന് കാതുകളുണ്ട്, കർണപുടങ്ങളുണ്ട്, കേൾവിയുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ. കേൾക്കേണ്ടതൊന്നും നന്മയൊന്നും അതുകൊണ്ട് കേൾക്കുകയില്ല. എന്നിട്ട് അല്ലാഹു എന്താ പറഞ്ഞെന്നറിയോ? ഉലൈക കൽ അൻആം. അവൻ കന്നുകാലിയെ പോലെയാണ് എന്ന് പറഞ്ഞു, നിർത്തിയില്ല. ബൽഹും അലൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അതിനേക്കാൾ വഴി പിഴച്ചവനാണവൻ. അവർ അക്കൂട്ടർ അശ്രദ്ധാലുക്കളാണ് എന്നാണ് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് നൽകിയ കണ്ണുകൊണ്ട്, അതുപോലെ തന്നെ റബ്ബ് നൽകിയ കാതുകൊണ്ട്, റബ്ബ് നൽകിയ ചിന്താശേഷി കൊണ്ട് റബ്ബിനെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അവനോട് നന്ദിയുള്ളവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും ഈ അനുഗ്രഹങ്ങളെ ഞാനും നിങ്ങളും ഉപയോഗിക്കേണ്ടതുണ്ട്. എന്തിനാ അല്ലാഹു പറഞ്ഞയച്ചത്? ഈ കാതും ഈ അനുഗ്രഹങ്ങളിലൂടെയെല്ലാം റബ്ബിനെ കണ്ടെത്തിയിട്ട് എന്തിനു വേണ്ടിയാ ഈ ഭൂമിയിൽ പറഞ്ഞയച്ചത്? അല്ലാഹു പറയുന്നുണ്ട്, മനുഷ്യരെയും ജിന്നുകളെയും റബ്ബിനെ മാത്രം ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്ത് നല്ലവരായി ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത് ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കാനാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യുവാനാണ്. സുഹൃത്തുക്കളെ, ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യം. മറിച്ച് എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ മറ്റു ജോലികളിലാണ് ആ ഇബാദത്തിലേറെയും ഞാനും നിങ്ങളും
സമയം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ആലോചിക്കുക, ശിർക്ക് എന്നത് ഏറ്റവും വലിയ നന്ദികേടായിട്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ നന്ദികേട് ശിർക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകിയവൻ അല്ലാഹുവാണ് എന്നിരിക്കെ പ്രാർത്ഥനയും ആരാധനയും അല്ലാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുന്നതിന് പറയുന്നതാണ് ശിർക്ക്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദ. അല്ലാഹു എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ശിർക്ക് എന്നത് ഏറ്റവും വലിയ വഴികേടാണ്, നന്ദികേടാണെന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അല്ലാഹു ഒരിക്കലും ശിർക്ക് പൊറുക്കുകയില്ല. മാത്രമല്ല, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ബാക്കിയുള്ള പാപങ്ങൾ ഒരുപക്ഷേ റബ്ബ് പൊറുത്തു തന്നേക്കാം. എന്നിട്ട് അല്ലാഹു പറയാ, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ആ ശിർക്കാകുന്ന ഏറ്റവും വലിയ നന്ദികേടാരെങ്കിലും ചെയ്താൽ അവൻ വിദൂരമായി വഴികേടിലായി എന്നാണ് പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു പറയാ, വജഅലൂ ലില്ലാഹി അൻദാദൻ. അവർ അല്ലാഹുവോടൊപ്പം സമന്മാരെ, അല്ലാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്തിനാ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെന്നോ? ലിയുമുല്ലൂ അൻ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് അവർ തന്നെ തെറ്റിച്ചു കളയാൻ വേണ്ടി അവർ അല്ലാഹു അല്ലാത്തവരെ പങ്കാളികളാക്കുന്നു. എന്നിട്ടോ അല്ലാഹു പറയാ അവരെ കുറിച്ച്, ഖുൽ നബിയേ പറഞ്ഞു കൊടുക്ക്, തമത്തഊ, നിങ്ങൾ അല്പം ഇവിടെ സുഖം അനുഭവിച്ചു കൊള്ളുക. ഫഇന്ന മസീറകും ഇലന്നാർ, നിങ്ങളുടെ മടങ്ങിച്ചെല്ലാൻ നിങ്ങൾക്കുള്ള സങ്കേതം, നിങ്ങളുടെ മടക്കം അത് നരകമാണെന്നാണ് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതുണ്ട്. തോന്നിയതുപോലെ ജീവിച്ചാൽ, അധർമ്മത്തിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, അനാചാരങ്ങളിലൂടെ ജീവിച്ച് നന്ദിയില്ലാത്തവരായി ഞാനും നിങ്ങളും മാറിയാൽ, സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് ഞാനും നിങ്ങളും ചെന്നു ഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയും നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നാം ആലോചിക്കുക, ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, തോന്നിയതുപോലെ ജീവിക്കുന്നവർ, അവരെ കുറിച്ച് അല്ലാഹു പറയാ, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അം തഹ്സബു അന്ന അക്സറഹും, അവരിൽ അധികം ആളുകളെ കുറിച്ച് നീ വിചാരിക്കുകയാണോ? യസ്മഊന, അവരെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് നീ വിചാരിക്കുകയാണോ? ഔ യഖിലൂന, അവർ കേട്ടതിനെ കുറിച്ച് കൃത്യമായി ചിന്തിക്കുന്നവരാണ് എന്നാണോ പ്രവാചകരെ അങ്ങൊന്ന് വിചാരിക്കുന്നത്? എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്ക മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച്, ഇൻഹും ഇല്ലാ കൽ അൻആം, അവർ നാക്കാലിയെ പോലെയാണ്, കന്നുകാലിയെ പോലെയാണ്. ബൽഹും അളല്ലു സബീല, അവർ അതിനേക്കാൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ വഴിതെറ്റിപ്പോയി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കുക, ഞാൻ ഓതി വെച്ച ഒരു വചനമുണ്ട്, അതില് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? യജമാനനോട് നന്ദി കാണിക്കുന്ന ഒരു മൃഗത്തിന്റെ നന്ദിയെയാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആദിയാത്തിൽ അല്ലാഹു പറയുന്നത്, വൽ ആദിയാതി വബ്ഹാ, കിതച്ചു കൊണ്ടോടുന്നവ തന്നെയാണ് സത്യം. ഫൽ മൂരിയാതി ഖദ്ഹാ, കുളമ്പ് കല്ലിലുരസി തീ പാറുന്ന വേഗതയിൽ ഓടുന്ന കുതിര തന്നെയാണ് സത്യം. പ്രഭാതത്തിൽ യജമാനൻ കൽപ്പിക്കുന്ന ഏതക്രമത്തിനും ഏതു തണുപ്പുള്ള പ്രഭാതത്തിനും യജമാനന് വേണ്ടി തയ്യാറാകുന്ന കുതിര തന്നെയാണ് സത്യം. പ്രഭാതത്തിൽ മഞ്ഞ് വീണ് പൊടിപടലങ്ങൾ അടങ്ങി നിൽക്കുന്നതാണെങ്കിലും അതിന്റെ വേഗത നിമിത്തം പൊടിപടലങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അതിശീഘ്രഗതിയിൽ തന്റെ യജമാനന് ആ തണുപ്പുള്ള പ്രഭാതത്തിലും ആ കുതിര ഓടുകയാണ് എന്നാണ്. എന്നിട്ടോ എന്നിട്ട് തന്റെ യജമാനന് വേണ്ടി ശത്രു സംഘത്തിന്റെ നടുവിലേക്ക്, വാൾത്തലപ്പിന് നടുവിലേക്ക് എടുത്തു ചാടുന്ന കുതിര.
എന്താ പറഞ്ഞതെന്നറിയോ? ആ യജമാനന് ആ മൃഗത്തിന് നൽകുന്നത് ചെറിയ ചെറിയ സൗകര്യങ്ങളാണ്. ഭക്ഷണവും വെള്ളവും ഒരു ചെറിയ ആലയും ചെറിയ സൗകര്യങ്ങളും നൽകുന്ന ആ യജമാനന് കുതിര കാണിക്കുന്ന നന്ദിയെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയോ? മനുഷ്യരായ നാമൊക്കെ നമ്മുടെ യജമാനനായ, നമ്മുടെ നാഥനായ, നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ ആരാധ്യനായ അള്ളാഹുവിനോട് നമ്മുടെ സമീപനത്തെ കുറിച്ച് പഠിപ്പിക്കാനാണ്. അധികം ആളുകളും എങ്ങനെയാണ് എന്നാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതെന്നറിയുമോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യർ അവരുടെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് എന്നാ പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ നാം നന്ദി കെട്ടവരാണ് എന്നതിന് സാക്ഷിയാണ് എന്ന അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനമായി പോകുന്നു. അതുപോലെ തന്നെ അള്ളാഹു നൽകിയതാണ് സമ്പത്ത് എന്നിരിക്കെ അത് റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ഞാനും നിങ്ങളും മടി കാണിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ലഭിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങളെ മറന്നുകളയുകയും തനിക്ക് നേരിട്ട പ്രയാസങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയും നന്ദികേടിലൂടെ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് അല്ലാഹു പറയാ, വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യ, നീ മനസ്സിലാക്കിക്കോ. എന്താ മനസ്സിലാക്കേണ്ടത്? അന്നല്ലാഹ ഷാഹിദുൻ അലാ കുഫ്രിൽ ഇൻസാനി ലിനിഅമിഹി. അന്നല്ലാഹ ഷാഹിദുൻ, അല്ലാഹു സാക്ഷിയാണ് എന്ന് കൃത്യമായി നീ മനസ്സിലാക്കിക്കോ. എന്തിന്? അലാ കുഫ്രിൽ ഇൻസാൻ, മനുഷ്യനായ നിന്റെ പ്രവർത്തനങ്ങൾക്ക്, ലിനിഅമിഹി, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നീ കാണിക്കുന്ന നന്ദികേടിന്, അതുപോലെ തന്നെ നിഷേധത്തിന് അല്ലാഹു സാക്ഷിയാണ്. നിന്റെ പ്രവർത്തനങ്ങൾ അതിനു സാക്ഷിയാണ് എന്ന് കൃത്യമായി നീ മനസ്സിലാക്കിക്കോ എന്നാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി ജീവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. നമുക്കറിയാം, നന്ദിയുള്ളവരായി മാറാൻ ആരാണ് നമുക്ക് മാതൃക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് മാതൃക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ സുദീർഘമായി നിന്ന് നമസ്കരിക്കുമ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട്, ഇത്രയും ക്ഷീണം അനുഭവിച്ചുകൊണ്ട് അങ്ങ് എന്തിനാണ് ഇത്രയും നമസ്കരിക്കുന്നത്? അങ്ങന്റെ പാപങ്ങളെല്ലാം റബ്ബ് പുറത്തു തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടി അതായിരിക്കണം ജീവിതത്തിലെ നമ്മുടെ മറുപടി. എന്താ റസൂൽ പഠിപ്പിച്ചതെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയാ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചു തന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം, ഖലീലുള്ള എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതാണ്. ധാരാളം ത്യാഗങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? ശാകിറൻ ലിഅൻഹുമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ശാകിറൻ ലിഅൻഹുമിഹി ഇജ്തബാഹു. ഞാൻ അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്കെല്ലാം കൃത്യമായി നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നാണ്. വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. അദ്ദേഹത്തെ സിറാത്തുൽ മുസ്തഖീമിലെ നേരായ മാർഗ്ഗത്തിലൂടെ അല്ലാഹു വഴി കാണിച്ചു കൊടുത്തു എന്നാണ്. സുഹൃത്തുക്കളെ, എത്ര ത്യാഗങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ സഹിച്ചത്. അത്രയും ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും നാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാണോ എന്ന ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം. പക്ഷികളുടെയും അതുപോലെ തന്നെ ഉറുമ്പുകളുടെയും സംസാരങ്ങളെ കേൾക്കാൻ, അതുപോലെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നും അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്നുമെല്ലാമുള്ള സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. ജിന്നുകളിൽ നിന്നുള്ള സൈന്യമുണ്ടായിരുന്നു. അവരോട് ഒരിക്കൽ ചോദിച്ചു, ആരാണ്
ആരാണ് സബയിലുള്ള രാജ്ഞിയുടെ സബയിലുള്ള ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്ന് തരിക? അവര് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒരാൾ പറഞ്ഞു, താങ്കളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്നു തരാം. മറ്റൊരാൾ പറഞ്ഞു, താങ്കളുടെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങേക്കതിനെ ആ സിംഹാസനത്തെ കൊണ്ടുവന്നു തരാം. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? അത്രയധികം അനുഗ്രഹം ലഭിച്ചപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം തിരിച്ചറിയേണ്ടത്, അല്ലാഹ് പറയാ ഹാദാ മിൻ ഫദ്ലി റബ്ബി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. എന്തിനാ അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുന്നത്? ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. നമുക്ക് സമ്പത്തുണ്ടോ, അതുപോലെ തന്നെ ശാരീരികമായ നല്ല കഴിവുണ്ടോ, അതുപോലെ തന്നെ ആരോഗ്യമുണ്ടോ, അതുപോലെ തന്നെ നല്ല അവസ്ഥയിലാണോ നാമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇതൊക്കെ അല്ലാഹ് നൽകിയതാ. അല്ലാഹ് ഉദ്ദേശിച്ചാൽ തിരിച്ചെടുക്കാൻ റബ്ബിന് സാധിക്കും. ഇന്ന് നാം ആരോഗ്യമുള്ളവരാണെങ്കിൽ നാളെയുടെ പ്രഭാതത്തിൽ തളർന്നു കിടക്കുന്നതിലേക്ക് നമ്മെ പരിവർത്തിപ്പിക്കാൻ റബ്ബിന് സാധിക്കും. ഇന്ന് സാമ്പത്തികമായ നല്ല അവസ്ഥയിലാണെങ്കിൽ എല്ലാം നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരാകുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുചെല്ലാൻ, നമ്മെ കൊണ്ടാക്കാൻ റബ്ബിന് സാധിക്കും. അപ്പൊ നമ്മൾ തിരിച്ചറിയാ ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. എന്തിന്? ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. ഞാൻ റബ്ബിന് ഇതിനെല്ലാം നന്ദി കാണിക്കുന്നോ എന്ന് പരീക്ഷിക്കുവാൻ. ഔ അക്ഫുർ, അതോ ഞാൻ നന്ദി കെട്ട് നിഷേധിയായി ജീവിക്കുന്നോ എന്നെ പരീക്ഷിക്കുവാനാണ് ഇത് റബ്ബ് നൽകുന്നത് എന്നാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയുന്നത്. സുഹൃത്തുക്കളെ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ ആ അനുഗ്രഹദാതാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് വിനയപ്പെട്ട് മടങ്ങുക. ഏറ്റവും വലിയ നന്ദി റബ്ബിനോടുള്ള, അവനോട് മാത്രമുള്ള ആരാധനയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖാ. അല്ലാഹ് എന്താ പറയുന്നത് അറിയോ? ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ശിർക്ക് ചെയ്യുന്നവർ, അല്ലാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവർ അവരാരാണെന്നറിയോ? ലാ യംലികൂന ലക്കും റിസ്ഖാ. അവരല്ല നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. അവരല്ല നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ആരാ ഭക്ഷണം നൽകുന്നത്? ഇതുവരെയും നമുക്ക് ഭക്ഷണം നൽകിയത്, അന്നപാനീയങ്ങൾ നൽകിയത്, നമ്മുടെ കാഴ്ചയും കേൾവിയെയും അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹങ്ങളെയും പിടിച്ചു നിർത്തിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹ് പറയാ വബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ. അതുകൊണ്ട് റബ്ബിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടിക്കോ. വബ്തഗൂ മിനല്ലാഹി ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു. അവനെ മാത്രം ആരാധിച്ച് ജീവിച്ചോ. വഷ്കുറൂ ലഹു. അവനെ നന്ദിയോടുകൂടി ഈ ഭൂമിയിൽ നിങ്ങൾ കഴിഞ്ഞുകൂടിക്കോ. കാരണം എന്താണെന്നറിയോ? വഇലൈഹി തുർജഊൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി റബ്ബിങ്കിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകുമെന്ന്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി ചെയ്യുന്നവരായി ഞാനും നിങ്ങളും മാറുക. ഇബാദത്തുകളിലൂടെ റബ്ബിനോട് കൂടുതൽ അടുക്കുന്നവരായി ഞാനും നിങ്ങളും മാറുക. പടച്ച തമ്പുരാൻ അങ്ങനെയുള്ള നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഥാനിയം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും അതുപോലെ നിങ്ങളെ ഏവരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. ലഭിച്ച അനുഗ്രഹങ്ങളിൽ റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കണം എന്നതിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ, വിശുദ്ധ ഹദീസിലൂടെ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ഉപദേശ നിർദ്ദേശങ്ങളെയാണ് നാം മനസ്സിലാക്കിയത്.
അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി ജീവിച്ചാൽ നമുക്ക് ലഭിക്കാനുള്ള നേട്ടങ്ങളെയും വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി നാം ജീവിച്ചാൽ അനുഗ്രഹങ്ങളെ കൂടുതലായി റബ്ബ് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത് നോക്കൂ, വൈദ തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിന്റെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ത്? ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നന്ദിയോടുകൂടി നിങ്ങൾ ജീവിച്ചാൽ ലഅസീദന്നകും, ആ അനുഗ്രഹങ്ങളെ ഇനിയും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. ഇനിയോ വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേടോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, നന്ദികേടോടുകൂടി ജീവിച്ചാൽ എന്ത് കിട്ടും? അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പോ നന്ദിയോടുകൂടി ജീവിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വർദ്ധിക്കുകയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മരിക്കുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട, അല്ലാഹു തൃപ്തിപ്പെട്ട ആത്മാവേ, അല്ലാഹുവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി അടഞ്ഞുകൊണ്ടും നീ മടങ്ങിക്കൊള്ളുക, നീ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന സന്തോഷവാർത്ത നമുക്ക് ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ ഹൃദയത്തിന് ശാന്തിയും അതുപോലെ തന്നെ സമാധാനവും ലഭിക്കും. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി നാം ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ വിശ്വാസത്തിന് അത് കൂടുതൽ കരുത്തേകുമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നാം ജീവിക്കുക. നമ്മുടെ ആയുസ്സും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും നമുക്ക് റബ്ബ് നൽകിയതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടി വിനിയോഗിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ അങ്ങനെയുള്ള നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് റബ്ബ് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ മഹനീയ സ്വർഗത്തിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവനോട് ശുക്ർ പറയുന്ന ഇബാദത്തുകളിലൂടെ റബ്ബിനോട് നന്ദി കാണിക്കുന്ന യഥാർത്ഥ വിനയാന്യുതരിൽ പടച്ചതമ്പുരാൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് റബ്ബ് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أدخل الجنة ونجنا من النار. اللهم أدخل الجنة ونجنا من النار. اللهم أدخل الجنة ونجنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. آمين آمين برحمتك يا رب. صلى الله على نبينا محمد. സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ പള്ളിയുടെ ഓരോ ദൈനംദിന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നാം നൽകുന്ന പരിസംഖ്യയിലൂടെയാണ്. അത് നൽകാത്ത ആളുകൾ, പെൻഡിംഗ് ഉള്ള ആളുകൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കണം. അതേപോലെ തന്നെ അത് കൂടുതലായി എന്തെങ്കിലും ആർക്കെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യണമെന്ന് അറിയിക്കണം. എല്ലാം നാളെയുടെ വിജയത്തിനായി നാം ചെയ്യുന്ന സൽക്രമങ്ങളാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയാണെന്ന് മനസ്സിലാക്കി ഈ ഒരു കാര്യത്തിൽ, നമ്മുടെ പള്ളിയുടെ കാര്യത്തിൽ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധയുണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുക.